ബി.ജെ.പി. സംസ്ഥാന കോർ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. എൻ രാധാകൃഷ്ണൻ, ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ, സി.കെ. പത്മനാഭൻ, ഒ. രാജഗോപാൽ എന്നിവർ കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായി. മുൻ അധ്യക്ഷന്മാരായ കെ. സുരേന്ദ്രൻ, വി. മുരളീധരൻ, പി. കെ. കൃഷ്ണദാസ് എന്നിവർ തുടരും. വിവരങ്ങളുമായി വി. എസ്. രഞ്ജിത്ത് നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് വി. എസ്. രഞ്ജിത്ത്. ബി.ജെ.പി. കോർ കമ്മിറ്റിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ആളുകളെ ഒഴിവാക്കിയിരിക്കുന്നത്? വൈസ് പ്രസിഡന്റുമാരെല്ലാവരും ഉൾപ്പെടുകയാണോ? സുജിയ, കോർ കമ്മിറ്റി എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാന അധ്യക്ഷന്റെ ടീം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കാനും രാഷ്ട്രീയമായ കാര്യങ്ങളിൽ എങ്ങനെ നയം സ്വീകരിക്കാം എന്നൊക്കെ ബി.ജെ.പി. തീരുമാനിക്കുന്ന ഏറ്റവും സുപ്രധാന ബോഡിയാണ് കോർ കമ്മിറ്റി. ആ കോർ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുമ്പോൾ ബി.ജെ.പിയിൽ സാധാരണ കോർ കമ്മിറ്റിയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ, 4 ജനറൽ സെക്രട്ടറിമാർ, മുൻ അധ്യക്ഷന്മാർ എന്നുള്ളതാണ്. അതിൽ എത്ര ഉപാധ്യക്ഷന്മാരെ ഉൾപ്പെടുത്താം, മറ്റുള്ളവരെ ഉൾപ്പെടുത്തണോ എന്ന കാര്യത്തിലൊക്കെ സംസ്ഥാന അധ്യക്ഷനും തീരുമാനിക്കാവുന്നേ. നേരത്തെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരായിട്ടുള്ള എൻ രാധാകൃഷ്ണനും അതുപോലെ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണനെയും കോർ കമ്മിറ്റിയിലേക്ക് കെ. സുരേന്ദ്രൻ ഉൾപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ എൻ രാധാകൃഷ്ണനും കെ.എസ്. രാധാകൃഷ്ണനും കോർ കമ്മിറ്റിയിൽ നിന്ന് പുറത്തു പോകുന്നു. അതുപോലെ മുൻ അധ്യക്ഷന്മാരായിട്ടുള്ള സി.കെ. പത്മനാഭൻ, ഒ. രാജഗോപാൽ എന്നിവർ പ്രായ കൂടുതൽ അല്ലെങ്കിൽ അവരുടെ പ്രായാധിക്യം കൂടണം, അവരെയും ഇപ്പോൾ കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് പകരം ഉപാധ്യക്ഷന്മാരായിട്ടുള്ള യുവരക്തങ്ങളെ കോർ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് തൃശ്ശൂരിൽ നിന്നുള്ള കെ. അനീഷ്, അതുപോലെ ബി. ഗോപാലകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, അതുപോലെ കെ. സോമൻ, ആലപ്പുഴയിൽ നിന്നുള്ള കെ. സോമൻ, ഷോൺ ജോർജ് തുടങ്ങിയവരായിരിക്കും കോർ കമ്മിറ്റിയിലേക്ക് ഉണ്ടാവുന്ന ഉപാധ്യക്ഷന്മാരെന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം ഉപാധ്യക്ഷന്മാരെ കോർ കമ്മിറ്റിയിലേക്ക് നിയോഗിക്കുന്നത്. അതോടൊപ്പം കെ. സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നുള്ള സി. കൃഷ്ണകുമാറും പി. സുധീറും രണ്ടുപേരെയും മാറ്റി നിർത്തിയെന്നൊക്കെ ആക്ഷേപം ഉണ്ടായിരുന്നതാണ്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കൃഷ്ണകുമാറിനെയും സുധീറിനെയും കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി പ്രശ്നം പരിഹരിക്കുമെന്ന്. ഇപ്പോൾ അത് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം കോർ കമ്മിറ്റിയിലേക്ക് സുധീറിനെയും കൃഷ്ണകുമാറിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം മുൻ അധ്യക്ഷന്മാരായിട്ടുള്ള കെ. സുരേന്ദ്രൻ, പി. കെ. കൃഷ്ണദാസ്, വി. മുരളീധരൻ എന്നിവർ കോർ കമ്മിറ്റിയിൽ തുടരും. 4 ജനറൽ സെക്രട്ടറിമാർ സ്വാഭാവികമായിട്ടും കോർ കമ്മിറ്റിയിൽ ഉള്ളവരാണ്. അവർ അനൂപ് ആന്റണി, അതുപോലെ എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ, സുരേഷ് തുടങ്ങിയവരാണ്. അവരെല്ലാം കോർ കമ്മിറ്റിയിൽ ഉണ്ടാവും. അങ്ങനെ പുതിയ ടീമിനെ ഇന്ന് രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചിരിക്കുന്നു. പുതിയ കോർ കമ്മിറ്റി ആരൊക്കെയാണ് എന്നതാണ്. ഷോൺ ജോർജും സോമനും അടക്കമുള്ളവർ ഉൾപ്പെടുന്നു. അതേസമയം തന്നെ എൻ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. വി. എസ്. രഞ്ജിത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.